BSc Main Physics, Semester 5, Paper 2, Statistical Physics, Research Methodology and Disaster Management. We are saying research methodology. And today this is class number 14, research methods. What are the different types of methods employed for research purpose? Research methods, that is the topic of discussion today. Class number is S14. Research methods, different methods of research. Different methods of research. റിസർച്ചിൻ്റെ ഗവേഷണ പഠനത്തിൻ്റെ വ്യത്യസ്തമായ രീതികൾ. ഇറ്റ് ഈസ് ദോസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ബൈ റിസർച്ചേഴ്സ്. ഇറ്റ് ഈസ് ദോസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ബൈ റിസർച്ചേഴ്സ്. Research methods refer to the behavior and the instruments used in selecting and constructing research techniques. They are used for collecting useful information and connecting them to arrive at laws. The laws are explained by constructing suitable theories which relate the laws into a system. The different methods, research methods, there is different methods of research are. You read as of. The different methods of research are and of. So what are the different research methods? What is research method? It is those methods are techniques used for researchers. ഗവേഷണ പഠനത്തിന് നമ്മൾ സ്വീകരിക്കുന്ന മെത്തേഡുകളെ വിളിക്കുന്ന പേരാണ് റിസർച്ച് മെത്തേഡ്സ്. റിസർച്ച് മെത്തേഡ്സ് റെഫേഴ്സ് ടു ദി ബിഹേവിയർ ആൻഡ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ സെലക്ടിങ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് റിസർച്ച് ടെക്നിക്സ്. ഗവേഷണത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ, അതിൻ്റെ ടെക്നിക്സ് നമ്മൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക, നിർമ്മിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മെത്തേഡുകൾ പറയുന്നത്. ദേ ആർ യൂസ്ഡ് ഫോർ കളക്ടിങ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ശേഖരിക്കുക. ആൻഡ് കണക്റ്റിംഗ് ദെം ടു അറ്റൈൻ ദ ലോസ്. അങ്ങനെ ശേഖരിച്ചിട്ട് ഈ ലോസ് എത്തിച്ചേരുക. ദ ലോസ് ആർ എക്സ്പ്ലെയിൻഡ് ബൈ കൺസ്ട്രക്റ്റിംഗ് സൂട്ടബിൾ തിയറീസ്. പ്രത്യേക തിയറി നമ്മൾ ആവിഷ്കരിച്ചിട്ടാണ് ഈ ലോസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The laws are explained by constructing suitable theories which relate the laws into a system. അപ്പോൾ സിസ്റ്റമായിട്ട് ബന്ധപ്പെടുന്ന ലോസ്, അവയുടെ തിയറി നമ്മൾ നിർമ്മിച്ചിട്ടാണ് ഈ ലോസുമായിട്ട് ബന്ധിപ്പിക്കുക. ദ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആർ. റിസർച്ചിൻ്റെ വ്യത്യസ്തമായ മെത്തേഡ്സ്, അതിൻ്റെ മാർഗങ്ങൾ, രീതികൾ ഇനി പറയുന്നതാണ്. റിസർച്ച് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് പറയാം. നമ്പർ 1, കേസ് സ്റ്റഡി മെത്തേഡ്. റിസർച്ച് മെത്തേഡ്സിനെ നമുക്ക് പലതായി തരംതിരിക്കാം. ഒന്നാമത്തേനെ നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയും. ദ സെക്കൻഡ് വൺ ഈസ് എക്സ്പെരിമെൻ്റ് മെത്തേഡ്. ദ തേർഡ് വൺ ഈസ് സർവേ മെത്തേഡ്. ദ ഫോർത്ത് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആൻഡ് ഫിഫ്ത്ത് ഈസ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ്. റിസർച്ച് മെത്തേഡ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 5 categories. നമ്പർ 1, കേസ് സ്റ്റഡി മെത്തേഡ്. നമ്പർ 2, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. നമ്പർ 3, സർവേ മെത്തേഡ്. നമ്പർ 4, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. നമ്പർ 5, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. റിസർച്ച് മെത്തേഡുകളെ നമ്മൾ പൊതുവിൽ 5 തരംതിരിക്കും. ഒന്ന് കേസ് സ്റ്റഡി മെത്തേഡ്, അതായത് ഒരു പ്രത്യേക കേസായിട്ട് എടുത്ത് പഠിക്കുക. എക്സ്പെരിമെൻ്റൽ, പരീക്ഷ ചെയ്തുള്ള മെത്തേഡ്. പിന്നെ സർവേ മെത്തേഡ്, സർവേ നടത്തി കണ്ടുപിടിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ചില കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്കുകൾ, അത് സ്വീകരിച്ച് നമ്മൾ റിസർച്ച് നടത്തുക. പിന്നെ ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നതിന് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയും. ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ഓരോ സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസ് വെച്ച് പറയാം. വാട്ട് ഈസ് കേസ് സ്റ്റഡി മെത്തേഡ് ഓഫ് റിസർച്ച്? റിസർച്ചിൻ്റെ കേസ് സ്റ്റഡി മെത്തേഡ് എന്താണ്? കേസ് സ്റ്റഡി മെത്തേഡ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസസ് ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ദ സ്റ്റഡി ഓഫ് സബ്ജക്റ്റീവ് ആസ്പെക്ട്സ്. ദിസ് മെത്തേഡ് ഈസ് ഇൻറ്റൻസീവ് ഇൻ നേച്ചർ ആൻഡ് കോംപ്രിഹെൻസീവ്. It is used for data collection as well as to supplement other research methods. It is used for formulating and testing hypothesis. ഒന്നാമത്തെ മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്.
എന്താണത്? കേസ് സ്റ്റഡി മെത്തേഡ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസസ് ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ സ്റ്റഡി ഓഫ് സബ്ജക്റ്റീവ് ആസ്പെക്ട്സ്. അപ്പോൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താനുള്ള ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്. സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ ആ ഗവേഷണ പഠനം നടത്താനുള്ള മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്. അത് ഒരു വിഷയത്തിൻ്റെ അല്ലെങ്കിൽ വിഷയാധിഷ്ഠിത കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണിത്. ദിസ് മെത്തേഡ് ഈസ് ഇൻറ്റൻസീവ്, വളരെ ശരിക്ക് നമ്മൾ ഗഹനമായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ആൻഡ് ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്, വളരെ സമഗ്രമാണ് ഈ മെത്തേഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ ആസ് വെൽ ആസ് സപ്ലിമെൻറ്റ് അതർ റിസർച്ച് മെത്തേഡ്സ്. അപ്പോൾ ഡേറ്റ കളക്ഷനും മറ്റ് ഈ റിസർച്ച് മെത്തേഡുകളെ സപ്ലിമെൻറ്റ് ചെയ്യാനും അതിനാവശ്യമുള്ള ഡേറ്റ നൽകാനും ഈ മെത്തേഡ് നമ്മൾ സ്വീകരിക്കാറുണ്ട്. കേസ് സ്റ്റഡി മെത്തേഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫോർമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ്. ഒരു സാങ്കല്പിക തത്വമുണ്ടെങ്കിൽ അത് തത്വം ഉണ്ടാക്കാനും ഫോർമുലേറ്റ് ചെയ്യാനും അത് ടെസ്റ്റ് ചെയ്യാനും ഈ കേസ് സ്റ്റഡി മെത്തേഡ് ഉപകരിക്കും. നമ്മളത് സ്വീകരിക്കാറുണ്ട് അതിന്. ഇറ്റ് ഈസ് എ ഗുഡ് ടെക്നിക്. ദ കേസ് സ്റ്റഡി മെത്തേഡ് ഈസ് എ ഗുഡ് ടെക്നിക് ഫോർ എക്സ്പ്ലോറിംഗ് completely new fields. Case study method is used by physicians, psychologists, etc. for extending their knowledge. Case study is a quality study for collecting data and analysis. The aim of this method is to identify the various factors which account for the behavior pattern of the unit under study. The different steps involved in case study are. ഇപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ ചില പ്രോപ്പർട്ടീസ്, ചില ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ ചില പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എ ഗുഡ് ടെക്നിക്. ദ കേസ് സ്റ്റഡി മെത്തേഡ് ഇസ് എ ഗുഡ് ടെക്നിക്, ഒരു നല്ല ഒരു ടെക്നിക്കാണ്. ഫോർ എക്സ്പ്ലെയിനിങ് കംപ്ലീറ്റ്ലി ന്യൂ ഫീൽഡ്സ്. അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡ് നല്ല ഒരു ടെക്നിക്കാണ്. എന്തിന്? അതായത് പുതിയ മേഖലകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇത് പറ്റും. കേസ് സ്റ്റഡി ഈസ് യൂസ്ഡ് ബൈ ഫിസിഷ്യൻസ്, സൈക്കോളജിസ്റ്റ്. ഡോക്ടേഴ്സും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളും ഇത്തരം കേസ് സ്റ്റഡി മെത്തേഡ് അവലംബിക്കാറുണ്ട്. എന്തിന്? ഫോർ എക്സ്റ്റെൻഡിങ് ദിയർ നോളജ്, അവരുടെ അറിവ് വിപുലീകരിക്കാൻ. കേസ് സ്റ്റഡി ഈസ് a quality study of collecting data and analysis. ഡേറ്റ കളക്ട് ചെയ്യാനും വിശകലനം ചെയ്യാനും ഉള്ള ഒരു ക്വാളിറ്റി സ്റ്റഡിയാണ് കേസ് സ്റ്റഡി മെത്തേഡ്. The aim of this method is to identify various factors which account for the behavior pattern of the unit under study. നമ്മൾ ഏത് യൂണിറ്റിനെ കുറിച്ച് ആണ് പഠിക്കുന്നത്, അതിൻ്റെ ബിഹേവിയർ പാറ്റേൺ, അതിൻ്റെ ആ പെരുമാറ്റ സംഹിത മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ മെത്തേഡ് സ്വീകരിക്കും. അത് ബെസ്റ്റ് സൂട്ടഡ് ആണ് അതിന്. ദ ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കേസ് സ്റ്റഡി ആർ. ഇപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡിൽ വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഇനി പറയുന്ന സ്റ്റെപ്പുകളാണ് കേസ് സ്റ്റഡി മെത്തേഡിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നമ്പർ 1, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം പ്രസ്താവിക്കണം. നമ്പർ 2, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോഴ്സ് ഓഫ് ഇവൻറ്റ്സ്. നമ്പർ 3, കളക്ഷൻ ഓഫ് ദി മെറ്റീരിയൽസ്. Number 4, study of factors. Number 5, analysis of the factors. ഇപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡിൽ, റിസർച്ചിൻ്റെ കേസ് സ്റ്റഡി മെത്തേഡിൽ നമ്മൾ അവലംബിക്കുന്ന അവലംബിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? 1, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം എന്താണെന്ന് പ്രസ്താവിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്ന, ഗവേഷണം ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താണെന്ന് വ്യക്തമായി ഡിഫൈൻ ചെയ്യുക. ഡിസ്കഷൻ ഓഫ് ദി കോഴ്സ് ഓഫ് ഇവൻറ്റ്സ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊന്ന് വിശദമാക്കുക. കളക്ഷൻ ഓഫ് ദി മെറ്റീരിയൽ, എന്തെല്ലാം മെറ്റീരിയലാണ് കളക്ട് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് പറയുക. സ്റ്റഡി ഓഫ് ദി ഫാക്ടേഴ്സ്, അപ്പോൾ അവയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറുകൾ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. അനാലിസിസ് ഓഫ് ദി ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക. കേസ് സ്റ്റഡി ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. അപ്പോൾ റിസർച്ചിലെ കേസ് സ്റ്റഡി മെത്തേഡ് അല്പം ചിലവ് കൂടിയതാണ്, എക്സ്പെൻസീവ് ആണ്, ആൻഡ് ടൈം കൺസ്യൂമിങ്. അതിൻ്റെ എല്ലാ പ്രോസസ്സും നമ്മൾ അവലംബിച്ച് വരുമ്പോൾ സമയം കുറേ പോകും. കാലദൈർഘ്യം ഉള്ള ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി മെത്തേഡിന് കൂടുതൽ സമയം വേണ്ടി വരും.
ഇനി അടുത്ത നമ്പർ 2 റിസർച്ച് മെത്തേഡ്. നമ്പർ 2 എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. The basis of scientific research is experiment. Experiment is the test for tracing cause and effect relationships and for verifying. You read as verifying. verifying. Verify inferences. The experiments are carried out under controlled conditions. Controlled conditions are possible in natural and physical sciences. The basis of scientific research is experiment. അപ്പോൾ നമ്മൾ ശാസ്ത്രീയ ഗവേഷണത്തിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ അതിൻ്റെ ആ റിസൾട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. എക്സ്പെരിമെൻ്റ് ഈസ് ദ ബെസ്റ്റ് ടൂൾ ഫോർ ഉപകരണമാണ്, ടൂളാണ് കേട്ടോ, ടൂൾ ഫോർ ട്രേസിങ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ എല്ലാ സംഭവത്തിനും ഒരു കോസും ഒരു എഫക്റ്റും ഉണ്ട്. കോസ് പ്രിസീഡ്സ് എഫക്റ്റ് ആണല്ലോ, കോസ് ഉണ്ടായാലേ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏത് ഇവൻറ്റിൻ്റെയും ഏത് സംഭവത്തിൻ്റെയും ഏത് സിസ്റ്റത്തിൻ്റെയും കോസും എഫക്റ്റും സ്റ്റഡി ചെയ്യാനായിട്ട് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വളരെ സൂട്ടബിളാണ്. ആൻഡ് ഫോർ വെരിഫൈങ് ഇൻഫറൻസുകൾ അനുമാനങ്ങൾ തെളിയിക്കാൻ ഇത് വേണം. ദ എക്സ്പെരിമെൻറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. ചില നിയന്ത്രിത സാഹചര്യത്തിലാണ്, കണ്ടീഷൻസിലാണ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നത്. കൺട്രോൾഡ് കണ്ടീഷൻസ് ആർ പോസിബിൾ ഇൻ നാച്ചുറൽ ആൻഡ് ഫിസിക്കൽ സയൻസസ്. നാച്ചുറൽ സയൻസിലും ഫിസിക്കൽ സയൻസിലും നമുക്ക് കൺട്രോൾഡ് കണ്ടീഷൻ കൊടുക്കാവുന്നതാണ്. ഇൻ ജനറൽ ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു സജസ്റ്റ് എ ന്യൂ ലോ or to confirm a known law of nature. Experimental method is a systematical and logical method. In general, an experiment is conducted to suggest a new law or to confirm a known law of nature. Experimental method is systematical and logical method. അതായത് ഈ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ ലോ പറയാൻ, അല്ലെങ്കിൽ നേരത്തെ ഉള്ളല്ലോ അതൊന്ന് കൺഫേം ചെയ്യാൻ, അത് ശരിയാണെന്ന് പറയാൻ, ദൃഢമാക്കാൻ, ആ നേരത്തെയുള്ളതെല്ലാം ശരിയാണ് എന്ന് തീർത്ത് പറയാൻ ആണ് എക്സ്പെരിമെൻ്റ് നമ്മൾ സ്വീകരിക്കുന്നത്. എക്സ്പെരിമെൻ്റ് മെത്തേഡ് ഈസ് സിസ്റ്റമാറ്റിക്കൽ, വളരെ ചിട്ടയായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആ ലോജിക്കൽ മെത്തേഡ്, അത് അവിടെ ലോജിക്കും നമ്മൾ കൊടുക്കാറുണ്ട്. താത്വികമായിട്ടുള്ള ചില ഒരു സമീപനങ്ങളാണ് എക്സ്പെരിമെൻ്റ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. There are 3 broad types of experiment. 3 തരം എക്സ്പെരിമെൻ്റാണ്, 3 തരത്തിലാണ് നമ്മൾ എക്സ്പെരിമെൻറ്റുകളെ ഭാഗിക്കുക. നമ്പർ 1 നാച്ചുറൽ ആൻഡ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് ആസ് ഇൻ astronomy. നമ്പർ 2 ലബോറട്ടറി ടൈപ്സ് ആസ് ഇൻ ഫിസിക്സ്. ഫീൽഡ് എക്സ്പെരിമെൻറ്റ്സ്. അങ്ങനെ 3 തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ അവലംബിക്കുന്നത്. ഒന്ന് നാച്ചുറൽ ആൻഡ് കൺട്രോൾ എക്സ്പെരിമെൻറ്റ്സ് ആസ് അസ്ട്രോണമിയിൽ നാച്ചുറലായിട്ടും അതുപോലെ തന്നെ കൺട്രോൾ എക്സ്പെരിമെൻറ്റ്സും സ്വീകരിക്കാറുണ്ട്. ലബോറട്ടറി ടൈപ്പ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ ഫിസിക്സിൽ മിക്കവാറും ലാബ് ഓറിയൻറ്റഡ് എക്സ്പെരിമെൻ്റാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ ഫീൽഡ് എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പോൾ നാച്ചുറൽ സയൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണെങ്കിൽ നമ്മൾ ഫീൽഡ് എക്സ്പെരിമെൻ്റാണ് നടത്തുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓഫ് റിസർച്ച് കഴിഞ്ഞ് ഇപ്പോൾ 2 ആയി. ഇനി 3ാമത് സർവേ മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ സോഷ്യൽ സയൻസസ്. സർവേ മീൻസ്, അതായത് സോഷ്യൽ സയൻസിൽ, സാമൂഹ്യ ശാസ്ത്രത്തിൽ ഗവേഷണം നടത്താൻ ഉള്ള ഒരു പ്രധാന റിസർച്ച് മെത്തേഡാണ് സർവേ മെത്തേഡ്. സർവേ മീൻസ് സീയിങ് ഓവർ, നമ്മളൊരു മുകളിൽ നിന്ന് കാണുക എന്നുള്ള അർത്ഥത്തിലാണ്. എ പർട്ടിക്കുലർ തിങ് ഫ്രം എ ഹൈ പ്ലേസ്. ഒരു ഹൈ പ്ലേസിലിരുന്ന് നമ്മളെല്ലാം ഒന്ന് ഓവറാളായിട്ട് നോക്കിക്കാണുക, അതാണ് സർവേ മെത്തേഡ്. ഇൻ സോഷ്യൽ സയൻസ് ഇറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്. സാമൂഹിക പ്രശ്നങ്ങളെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കുക, അതാണ് സോഷ്യൽ സയൻസിൽ ഈ സർവേ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുക. സർവേ മെത്തേഡ് ഈസ് opposite to experimental method in the sense that in this method there is
need to have any controlled situation. The scope of survey method is very wide and extensive. In the survey method, the data is collected from the field. It stresses on impartially collecting, analyzing, and interpreting data without any manipulation. In survey method, large samples are used out in experimental methods. In survey method, large samples are used and in experimental methods small samples are used. ഇപ്പോൾ സർവേ മെത്തേഡിൻ്റെ പ്രത്യേകത നോക്കുക. എന്താണ് സർവേ മെത്തേഡ്? Survey method is opposed to experimental method in the sense that in this method there is no need to have any controlled situation. അപ്പോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് പോലെ ഒരു കൺട്രോൾ സിറ്റുവേഷൻ ഈ സർവേ മെത്തേഡിൽ ആവശ്യമില്ല. The scope of survey method is very wide and extensive. വളരെ വൈഡും എക്സ്റ്റെൻസീവുമായിട്ടുള്ള മെത്തേഡാണ് സർവേ മെത്തേഡ്. ഇൻ ദിസ് സർവേ മെത്തേഡ് ദ ഡേറ്റ ഈസ് കളക്റ്റഡ് ഫ്രം ദി ഫീൽഡ്. അപ്പോൾ ഫീൽഡിൽ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് സ്ട്രെസ്സസ് ഓൺ ഇംപാർഷ്യലി കളക്ടിങ്, അനലൈസിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ. അപ്പോൾ യാതൊരു പക്ഷപാതവും ഇല്ലാതെ ഡേറ്റ കളക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം, അതുപോലെ തന്നെ വ്യാഖ്യാനിക്കണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം വിത്തൗട്ട് എനി മാനിപ്പുലേഷൻ. ഒരു തിരുത്തും വരുത്താൻ പാടില്ല. ഇനി സർവേ മെത്തേഡ് ലാർജ് സാമ്പിൾസ് ആർ യൂസ്ഡ്. സർവേ മെത്തേഡിൽ നമ്മൾ വലിയ സാമ്പിളാണ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ ചെറിയ സാമ്പിളാണ് ഉപയോഗിക്കുന്നത്. സിൻസ് ദി പർപ്പസ് survey can be classified as regular, ad hoc, primary and secondary. സർവേ മെത്തേഡിനെ നമുക്ക് ഒരു ബ്രോഡായിട്ട് 4 തരംതിരിക്കാം. റെഗുലർ, അഡ് ഹോക്ക്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഈ റെഗുലറായിട്ട് പതിവായിട്ട് ചെയ്യുന്ന രീതിയിൽ, അഡ്ഹോക്ക് ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ ഫോം ചെയ്ത് നടത്താം, പിന്നെ പ്രാഥമികമായിട്ട് സെക്കൻഡറി ആയിട്ട് അങ്ങനെ ചെയ്യാം. സർവേ കണ്ടക്റ്റഡ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവെൽസ് ആർ കോൾഡ് റെഗുലർ സർവീസ്, whereas surveys conducted for certain purpose and undertaken for once and all are called ad hoc surveys. അതായത് നമ്മൾ പതിവായിട്ട് ഈ സർവേ നടത്തുകയാണെങ്കിൽ അതിനെ റെഗുലർ സർവീസ് എന്ന് പറയും. നേരെ മറിച്ച് ഒരു ടെമ്പററി കേസായിട്ട് ഒന്നോ അല്ലെങ്കിൽ ഏതാനും സർവേ
ഒരു ടെമ്പററി പർപ്പസിന് വേണ്ടി, താൽക്കാലിക പർപ്പസിന് വേണ്ടി നടത്തുകയാണെങ്കിൽ അതിന് അഡ്ഹോക് സർവേ എന്ന് പറയും. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് നമ്മൾ the main advantages of these methods are it makes the research to come in direct contact with the cause of the problem. അഡ്ഹോക് മെത്തേഡിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ പ്രോബ്ലമായിട്ട് നമ്മൾ പഠിക്കുന്ന പ്രോബ്ലമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരും. ബട്ട് ദിസ് മെത്തേഡ് ഈസ് ലിമിറ്റഡ് ബൈ ദി ടൈം ആൻഡ് മണി. അഡ്ഹോക് മെത്തേഡിന് നമുക്ക് വളരെ കുറച്ച് സമയത്തൊക്കെ ഉള്ളു, അപ്പോൾ അതിന് പണവും കുറവായിരിക്കും. ഈവൻ ദോ ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ് ഫോർ സർവേ മെത്തേഡിന് ചില പോരായ്മകളുണ്ട്. The possible relationships connecting the data and the unknown in the universe can be studied through surveys. ഈ സർവേ മെത്തേഡ് ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയും പിന്നെ നമുക്ക് ഈ യൂണിവേഴ്സിൽ അറിയപ്പെടാത്ത കാര്യങ്ങൾ അതുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനിയാണ് നമ്മൾ പറയുന്നതല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓഫ് സർവേ. മെത്തേഡ്. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് പോപ്പുലേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി എലമെൻറ്റ്സ്. ഒരു കൂട്ടം നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം എലമെൻറ്റ്സിനെ സ്റ്റാറ്റിസ്റ്റിക്സ് പോപ്പുലേഷൻ എന്ന് പറയും. കളക്ഷൻ ഓഫ് ഇവൻറ്റ്സ്, കളക്ഷൻ ഓഫ് പീപ്പിൾ, കളക്ഷൻ ഓഫ് തിങ്സ്, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എ സ്മോൾ പോർഷൻ ഓഫ് ദി പോപ്പുലേഷൻ selected testing a suitable method called sample. അപ്പോൾ പോപ്പുലേഷൻ നമ്മൾ മൊത്തം പഠിക്കാറില്ല, അതിനൊരു സാമ്പിൾ സെലക്ട് ചെയ്യും. സാമ്പിൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അതാണ് പഠിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ വളരെ ചെറിയൊരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഒരു കോളേജിൽ 2000 കുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 40-40 പേരെ സെലക്ട് ചെയ്യുന്ന രീതി, റാൻഡം സെലക്ഷൻ, അതിനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിൾ ഈസ് യൂസ്ഡ് ഫോർ inventing the properties of population. ഇപ്പോൾ പോപ്പുലേഷൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, പൊതുവായിട്ടുള്ള രീതി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. ദ വാല്യൂസ് ഗോട്ട് ഫ്രം ദി സ്റ്റഡി ഓഫ് എ സാമ്പിൾ ആർ കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ്. അപ്പോൾ ഒരു സാമ്പിൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് എന്ന് പറയും. The values corresponding to this whole population are called parameters. മൊത്തം പോപ്പുലേഷനെ സംബന്ധിക്കുന്ന വാല്യൂസിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയും. The statistical method deals with forecasting, estimating and judging the results. അപ്പോൾ നമുക്ക് പ്രവചനം നടത്താനും കണക്കൂട്ടിയെടുക്കാനും അതുപോലെ തന്നെ ജഡ്ജ് ചെയ്യാനും ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമ്മളെ സഹായിക്കും. ഒരു പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനും എസ്റ്റിമേറ്റ് ചെയ്യാനും അതുപോലെ ജഡ്ജ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ്ഫുൾ ആണ്. ഇറ്റ് ഹാസ് മാത്തമാറ്റിക്കൽ മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിന് ഒരു മാത്തമാറ്റിക്കൽ മോഡലുണ്ട്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ഫുൾ ഓഫ് ന്യൂമറിക്കൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ അതിനകത്തൊരു മാത്തമാറ്റിക്കൽ മോഡലുണ്ട്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആ സയൻറ്റിഫിക് മെത്തേഡ്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് സയൻറ്റിഫിക് ത്രൂ ടെസ്റ്റ് ആൻഡ് വാല്യുവേഷൻ. ടെസ്റ്റ് നടത്തി വാല്യുവേഷൻ നടത്തി നമുക്ക് സയൻറ്റിഫിക്കായിട്ട് മാറ്റിയെടുക്കുക. വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് ട്രൂ, ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ആസ് തിയറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് ട്രൂ ആയിട്ട് കണ്ടാൽ അത് തിയറിയായിട്ട് നമ്മൾ സ്വീകരിക്കും. ഇനി അടുത്ത റിസർച്ച് മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഈസ് റിലേറ്റ്സ് ടു സെർച്ചിങ് പ്രൊഫഷണൽ ജേർണൽസ് ആൻഡ് പേപ്പേഴ്സ്. ഈ ജേർണലും പേപ്പറൊക്കെ സെർച്ച് ചെയ്ത്, പഴയ ജേർണലും പേപ്പറൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ സർവേ നടത്തുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. എ റിസർച്ചർ ഇൻ സയൻസ് ക്യാൻ ഫൈൻഡ്
find topics of interest by referring to the scientific journals. അപ്പോൾ ജേർണൽസ് നോക്കി, പഴയ ജേർണൽസ് നോക്കി പഠിച്ച് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ ജേർണൽസിലൊക്കെ പ്രാധാന്യം, ഇപ്പോൾ ലൈബ്രറിയിലൊക്കെ പഴയ ജേർണൽസ് എടുത്തുകൊണ്ട് ആരെങ്കിലും കൊണ്ടുപോയി തിരിച്ച് വെക്കാനായിട്ട് നിർബന്ധിക്കും. കാരണം അതിന് പകരം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പഴയ ജേർണൽ നോക്കി ഡേറ്റ എടുക്കുക എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഒരു ഭാഗമാണ്. അത്തരം റിസർച്ച് മെത്തേഡിനെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയും. There are several areas of research where data can be collected and studied by historical method. ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ ഡേറ്റ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യാനും ഉള്ള ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ PhD എടുക്കാൻ ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ ഇപ്പോൾ സർവേ നടത്താൻ പറ്റിയ വിഷയങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യണം, സ്റ്റഡി ചെയ്യണം, ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ ചെയ്യണം. അങ്ങനെ ചെയ്യാനായിട്ട് പല മേഖലകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് റിസർച്ച് മെത്തേഡ്സ്. വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് റിസർച്ച്? ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് റിസർച്ച് മെത്തേഡ്സ്. വാട്ട് ആർ ദി സോഴ്സ് ഓഫ് റിസർച്ച്? റിസർച്ചിൻ്റെ സോഴ്സുകൾ എന്തല്ല. അപ്പോൾ ഈ 5 മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിനകത്തും ചോദിക്കുന്ന ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ എസ്ഐയിൽ ചോദിക്കാവുന്ന ഷോർട്ട് ആൻസറാണ്. നെയിം എ ഫ്യൂ റിസർച്ച് മെത്തേഡ്സ്. ഒരു 5 പറഞ്ഞിട്ടുണ്ട്, ഓർത്തിരിക്കണം. വാട്ട് ഈസ് മെൻറ്റ് ബൈ കേസ് സ്റ്റഡി മെത്തേഡ് ഓഫ് റിസർച്ച്? ഫസ്റ്റ് കേസാണ് ഉത്തരം. നമ്പർ 3, എക്സ്പ്ലെയിൻ സർവേ മെത്തേഡ് ഓഫ് റിസർച്ച്. നമ്പർ 4, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓഫ് റിസർച്ച്? എക്സ്പെരിമെൻ്റൽ മെത്തേഡൊക്കെ ചോദിക്കാവുന്നതാണ് പരീക്ഷയ്ക്ക്. ഏത് വേണമെങ്കിലും ഷോർട്ട് ആൻസറുടെ ചോദിക്കുക. ഓരോ ബുക്കിലും ഓരോ തരത്തിലാണ് ഉത്തരം പറയുന്നത്. റിലവൻറ്റ് ആൻസറാണ്, റിലവൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആൻസറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ പലതരത്തിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആർ യൂസ്ഡ്. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ലബോറട്ടറി പോലെയുള്ള കാര്യങ്ങൾ പറയണം. That is all with your 14th lecture on research methodology. Thank you very much.